സംസ്ഥാനത്ത് 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. UDF-ന്റെ 21-അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരും ചടങ്ങിന് സാക്ഷിയാകാൻ തലസ്ഥാനത്തെത്തും. രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാനിരിക്കുന്നത്. വലിയ സുരക്ഷ, അവിടെ കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ 9 മണി വരെ പാസ് മുഖേനയാണ്. ശരി, കെ മുരളീധരൻ, ജിബിൻ JB കെ മുരളീധരന്റെ വീട്ടിലാണെന്ന് മനസ്സിലാകുന്നു. ജിബിൻ, ചില അവസാന നിമിഷവും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വകുപ്പ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? അത് തന്നെയാണ് സാധാരണ. കാരണം തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ മന്ത്രിസഭയിലേക്ക് എന്നുള്ളത് ഏറ്റവും അവരെ ആനന്ദകരമായ ഒരു വാർത്തയാണ്. സാർ ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. സാർ ആഗ്രഹിച്ച ഒരു വകുപ്പ് തന്നെ ലഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം, അല്ലേ? എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഔദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരം. സാറിന് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല, എന്നാലും നാടിന് ഗുണകരമായിട്ടുള്ള വകുപ്പ് കിട്ടും. കാരണം ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വെല്ലുവിളിയായ ഒരു വകുപ്പായിരുന്നു. അപ്പോൾ അതിലേക്കാണ് സാർ എത്തുന്നത്. ആ വെല്ലുവിളികളൊക്കെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ടോ? അല്ല, ഉദ്യോഗസ്ഥന്മാരെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ ചെയ്യാനുണ്ട്. ആശുപത്രികളുടെ വികസനം, അതുപോലെ തന്നെ റേഷ്യോ, ഡോക്ടറും രോഗികളുമായിട്ടുള്ള റേഷ്യോ ഇപ്പോൾ അത് അന്തരം വളരെ കൂടുതലാണ്. അപ്പോൾ സാമ്പത്തികം, അതിനനുസരിച്ച് സാമ്പത്തികം കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള കുറേ ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ശുദ്ധീകരിക്കുക, കറപ്ഷൻ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക. കാരണം ദൈവത്തിൻ്റെ കാശാണ്, അതെടുത്ത് കളിക്കരുത്. അപ്പോൾ ഏൽപ്പിച്ച കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് എൻ്റെ വിശ്വാസം. ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണെന്നുള്ള ആരോപണം, അതുപോലെ തന്നെ അയ്യപ്പനെ പോലും കൊള്ളയടിച്ചു എന്നുള്ള ആരോപണം, ഈ ആരോപണങ്ങളൊക്കെ ആദ്യം ഉന്നയിക്കുന്ന സാറാണ്. എല്ലാ ദിവസവും മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ പ്രതികരണമൊക്കെ നൽകുക. അപ്പോൾ ആ വകുപ്പിലേക്ക് തന്നെ സാർ എത്തപ്പെട്ടിരിക്കുകയാണല്ലേ? അവിചാരിതമായിട്ടാണ് അതിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. എങ്കിലും നേരെയാക്കാൻ കഴിയുന്നത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. മറ്റൊരു സംശയമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ സാറിനെ പരിഗണിച്ചിരുന്ന ആരോഗ്യവകുപ്പാണെന്ന വിവരങ്ങളാണ് വന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് വൈകുന്നേരത്തോടു കൂടി വൈദ്യുതി വകുപ്പ്. അതൊക്കെ ചില ഊഹാപോഹങ്ങൾ മാത്രമാണ്. അങ്ങനെ ഒരു കാര്യം തന്നെ ഉണ്ടായിട്ടില്ല. അല്ല, ഞാനെന്താ പിണങ്ങി മാറി നിൽക്കുന്നത്, അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഞാനും മുഖ്യമന്ത്രിയായിട്ട് എന്ന് സംസാരിക്കാറുണ്ട്. ഇതെല്ലാം ആശംസകൾ സാർ. അത് തന്നെയാണ്. കാരണം കെ മുരളീധരനാണ് കഴിഞ്ഞ മന്ത്രിസഭാ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആരോപണങ്ങൾ ആരോഗ്യവകുപ്പിനെതിരെയും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പിനെതിരെയും ഒക്കെ ഉന്നയിച്ചിരുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണെന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെടെ ഓരോ ദിവസവും പുറത്തുകൊണ്ടിരുന്ന ആരോപണങ്ങൾക്കൊക്കെ കൃത്യമായ പ്രതികരണങ്ങൾ നൽകിയിരുന്നത് കെ മുരളീധരൻ എന്ന കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹം തന്നെയാണ് ആരോഗ്യവകുപ്പിലേക്കും ദേവസ്വം വകുപ്പിലേക്കും എത്തുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ആരോപണങ്ങളൊക്കെ നിഷേധിക്കുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് കെ മുരളീധരന് ആരോഗ്യവകുപ്പ് ഉറപ്പായി എന്ന തരത്തിലുള്ള വാർത്തകളാണ് ആദ്യം തന്നെ പുറത്തു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് കെ മുരളീധരൻ വൈദ്യുതിയിലേക്കും AP അനിൽകുമാറിന് ആരോഗ്യവകുപ്പ് എന്നുള്ള ഒരു തീരുമാനം പുറത്തു വന്നത് നമുക്ക് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. എന്തായാലും അതിനുശേഷം കെ മുരളീധരനെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും അദ്ദേഹം ആഗ്രഹിച്ച വകുപ്പുകൾ തന്നെ ഇപ്പോൾ കെ മുരളീധരന് ലഭിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹവും ഉറപ്പിച്ച് പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അല്പസമയം മുമ്പ് ഇപ്പോൾ കെ മുരളീധരൻ നമ്മളോട് സംസാരിച്ച ശേഷം ഇപ്പോൾ പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ജിബിൻ, ഒരു സംശയം ചോദിക്കട്ടെ. ഈ സൂചിപ്പിച്ചതുപോലെ വൈദ്യുതി വകുപ്പിൽ അദ്ദേഹം അതൃപ്തനായിരുന്നു. അതിനുശേഷം വലിയ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി എന്നൊക്കെയാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഇതൊക്കെ പാടെ തള്ളുകയാണോ ചെയ്യുന്നത്? അത് തന്നെയാണ്. അത്തരം ആരോപണങ്ങളൊക്കെ കെ മുരളീധരൻ പാടെ തള്ളുകയാണ്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ദിവസം വൈകുന്നേരം കോൺഗ്രസ് നേതൃത്വം എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. കാരണം ആദ്യ ദിവസം മുതൽ തന്നെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ഒരു തീരുമാനത്തോടൊപ്പം ഉറച്ചു നിന്ന ഒരു കോൺഗ്രസ് നേതാവാണ്, മുതിർന്ന നേതാവാണ് കെ മുരളീധരൻ. പക്ഷേ നമ്മൾ കണ്ടതാണ് ഈ മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നതിൽ ഏറെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് KC അനുയായികളാണ്. അങ്ങനെയാണ് KCയുടെ വിശ്വസ്തനായ AP അനിൽകുമാറിന് തന്നെ ആരോഗ്യവകുപ്പ് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ദിവസം
ദിവസം നടന്ന യോഗത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അതൃപ്തി കെ മുരളീധരൻ തന്നെ നേതൃത്വത്തെ പരസ്യമായി അറിയിക്കുകയും ചെയ്തത്. തുടർന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് കെ മുരളീധരനെ അന്വയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയത്. അദ്ദേഹത്തോട് തന്നെ വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കാനാണ് ആദ്യം നിർദ്ദേശം. പക്ഷേ കെ മുരളീധരൻ അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള കടുത്ത തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി എത്തുകയും ചെയ്തു. പിന്നീടാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടുകൊണ്ട് കെ മുരളീധരനുമായി ഒരു ചർച്ച നടക്കുകയും രാത്രിയോടുകൂടി തന്നെ അദ്ദേഹത്തിന് ആരോഗ്യവകുപ്പും ദേവസ്വം വകുപ്പും നൽകാമെന്നുള്ള തീരുമാനം അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തത്. ശരി, ജിബിൻ JP-യാണ് കെ മുരളീധരന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നേരത്തെ വന്നത് വൈദ്യുത വകുപ്പ് അദ്ദേഹം വഹിച്ചേക്കുമെന്നാണ്. അത് മാറി ആരോഗ്യം, ദേവസ്വം എന്നീ 2 വകുപ്പുകൾ കെ മുരളീധരന് നൽകാൻ തീരുമാനമായിട്ടുണ്ട്. അതിലൊരു അനുനയം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഇത് സാങ്കേതികമായി പറയുകയാണെങ്കിൽ 2ാം തവണയാണ് കെ മുരളീധരൻ ഒരു മന്ത്രി എന്ന നിലയിലേക്ക് വരുന്നത്. നേരത്തെ 2004-ൽ വൈദ്യുത വകുപ്പ് നേടിക്കൊണ്ടാണ് AK ആന്റണി സർക്കാരിൽ അദ്ദേഹം ഭാഗമായത്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ അദ്ദേഹത്തിന് വിജയിക്കാനാവാത്ത പശ്ചാത്തലത്തിൽ ഈ മന്ത്രിസ്ഥാനം രാജിവെച്ചു പോകേണ്ട അവസ്ഥയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ ജയിക്കാത്ത അല്ലെങ്കിൽ സഭയിലെത്താത്ത മന്ത്രി എന്നതായിരുന്നു ഇത്രയും കാലം അദ്ദേഹത്തെ എതിരാളികൾ കളിയാക്കാൻ പറഞ്ഞിരുന്ന കാര്യം. അതിൽ നിന്ന് മാറി ഇത്തവണ അദ്ദേഹം മന്ത്രിയാവുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ LDF സർക്കാരിന്റെ കാലത്ത് ഏറ്റവും വിവാദമുണ്ടായ 2 വകുപ്പുകൾ ആരോഗ്യവും ദേവസ്വം, ഈ 2 വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുകയാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം പോകുന്നതെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം അധികാരമേൽക്കാൻ കൂടി പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.